ഹലോ, ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്, കൈപ്പയ്ക്ക ചമ്മന്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് കഴിക്കില്ലേ എന്നുള്ളതല്ലേ? ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കൈപ്പയ്ക്ക ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് പച്ച കൈപ്പയ്ക്ക പറ്റില്ല, കൈപ്പയ്ക്ക ഒന്ന് പഴുക്കണേ. ഇനി കൈപ്പയ്ക്ക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ എടുത്തു വെക്കണം. ഇനി ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക. തേങ്ങ ഇത് അതുപോലെ മൂത്ത് കിട്ടണം. തേങ്ങ വറുത്തെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാള, 3-4 ഇല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒന്ന് പകുതി വഴണ്ട് വന്നാൽ എടുത്തു വെച്ച കൈപ്പയ്ക്ക ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. എല്ലാം കൂടി നന്നായി വഴണ്ട് കഴിഞ്ഞാൽ എടുത്തു വെച്ച പുളിയും ശർക്കരയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അപ്പോൾ അതാ വറവുകളൊക്കെ റെഡിയായി. ഇനി എന്താ, ചമ്മന്തിയായി അരയ്ക്കണം. ഇനി മിക്സിയിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. അപ്പോൾ അതാ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കൈപ്പയ്ക്ക ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഊണിന് ചക്കപ്പപ്പടം, പയർ കൊണ്ടാട്ടം വറുത്തത്, പിന്നെ നമ്മുടെ ചമ്മന്തി, അതുപോലെ തന്നെ ചോറും, അതിൽ കുറച്ച് മോരും കൂടി അങ്ങോട്ട് ഒഴിക്കുക. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇന്നത്തെ ഊണ് അടിപൊളിയായി. ഇനിയും ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ ഇനിയും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.